ശിവശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഒരു നാണയം ഇങ്ങനെ എവിടെ വെച്ചാലും അത് സമ്പത്തിനെ ആകർഷിക്കും, സമ്പത്ത് കുമിഞ്ഞു വരും എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. ഏതൊരാൾക്കും ചെയ്ത് നോക്കാം. നിങ്ങളുടെ വീട്ടിൽ ചെയ്യാം, നിങ്ങൾക്കൊരു ഓഫീസുണ്ട് അവിടെ ചെയ്യാം, നിങ്ങളുടെ വണ്ടി ഉണ്ട്, ഒരു വണ്ടി നിങ്ങൾക്ക് സ്വന്തമായിട്ട് വണ്ടി ഓടുന്നുണ്ടെങ്കിൽ അതിന് ചെയ്യാം എന്ന് വേണ്ട, ഏതൊരാൾക്കും ചെയ്യാം. നിങ്ങൾ ഏത് തൊഴിൽ ചെയ്യുന്ന ആളാണേലും ഇത് ചെയ്യാം. ഇത് നമുക്ക് പല രീതിയിൽ ചെയ്യാം. അതായത് നമുക്കിത് ക്യാഷ് ഡ്രോയിൽ വെക്കാം, പേഴ്സിൽ വെക്കാം, എങ്ങനെ വേണമെങ്കിലും വെക്കാം. ഒരു നാണയം ഒരു പ്രത്യേക രീതിയിലെ ഒരു മന്ത്രം ജപിച്ച് ഒരു ശാസ്ത്രവിദ്യയും കൂടെ പറയുന്നുണ്ട്. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു തവണ ഒരു പ്രത്യേക രീതിയിൽ ശാസ്ത്രവിദ്യയും കൂടെ ചെയ്ത് ആ നാണയം നമ്മളൊരു പ്രത്യേക രീതിയിൽ എവിടെ വെച്ചാലും, ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്തിട്ട് എവിടെ വെച്ചാലും അത് സമ്പത്തിനെ ആകർഷിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണാൻ ചെയ്യുക, എല്ലാം ഒന്ന് ചെയ്ത് നോക്കുക, നല്ല കാര്യമാണ്. ഇത് ദിവസവും രാവിലെ വീട്ടിൽ ചെയ്യുക. ആ നാണയം മാറി മാറി ഉപയോഗിക്കുക. ഒരു നാണയം തന്നെ എന്നും ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെ ഏത് നാണയം ഉപയോഗിക്കാം. 1 രൂപ നാണയം തന്നെ വേണമെന്നില്ല. 1 രൂപ 2 രൂപ 5 രൂപ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി 1 രൂപ ഉണ്ടെങ്കിൽ 1 രൂപ തന്നെ ഉപയോഗിക്കുക. നിങ്ങളെല്ലാം ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ സ്വർണ്ണലക്ഷ്മി മന്ത്രം ശരിയായിട്ട് ചെയ്തവർക്കൊക്കെ സാമ്പത്തികം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു കാര്യമാണിത്. ഏതൊരാൾക്കും ചെയ്യാം. ഇത് ചെയ്തവരെല്ലാം ഭഗവാൻ കൃഷ്ണൻ വളരെ സമ്പന്നരാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ട് ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്നവരുണ്ട്, കച്ചവടക്കാരുണ്ട്, അല്ലാത്തവരുണ്ട്. അവർക്കൊക്കെ അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്. അവർക്കൊന്നും ഒരിക്കലും വരുമാനത്തിന് കുറവില്ല, വരുമാനം വർദ്ധിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്നും വാട്സപ്പിൽ മെസ്സേജ് വരുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുടെ കാര്യങ്ങൾ പറഞ്ഞാണ്. കടം 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 ഇങ്ങനെയാണ് മെസ്സേജ് മുഴുവൻ കിടക്കുന്നത്. അപ്പം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പലരും ചിലപ്പം കണ്ടു കാണത്തില്ല. അതുകൊണ്ട് ഞാൻ വേറെ ഒരു കാര്യം കൂടെ ഇന്ന് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക. ഏതൊരാൾക്കും ചെയ്യാവുന്ന നല്ല കാര്യമാണ്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അത്ഭുതകരമായ ഒരു വിദ്യയാണിത്. കാരണം ഈ വീഡിയോ മുഴുവൻ കാണണം. കാരണം ഇത് വീട്ടിൽ ചെയ്യാവുന്നതുണ്ട്, ഓഫീസിൽ ചെയ്യാവുന്നതുണ്ട്, വൈകിട്ട് കിടക്കാൻ നേരത്ത് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട് ആ സമ്പത്തിനെ ആകർഷിക്കാൻ വേണ്ടി. അപ്പോൾ അത് മുഴുവൻ കാണുക. വളരെ ലളിതമായ കാര്യമാണ്. ഏതൊരാൾക്കും ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. നല്ലത് മാത്രം നൽകുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. കാരണം അതുപോലെ സാമ്പത്തികം ഉണ്ടായവരുണ്ട്. ഞാൻ പറഞ്ഞ 1 രൂപ നാണയം ഒരു പ്രത്യേക രീതിയിൽ നേരത്തെ ചെയ്ത വീഡിയോയിൽ കൃഷ്ണന് സമർപ്പിച്ച ഒരാൾക്കാണ് 10 ലക്ഷം രൂപ ലോട്ടറി അടിച്ച് അന്നത്തെ വീഡിയോ ഞാൻ ഇട്ടതാ. ഇതൊന്നും ചെറിയ കാര്യങ്ങളല്ല. അത് പ്രത്യേക രീതിയിൽ അയാൾ ചെയ്തത് അത് കറക്റ്റായിട്ട് ചെയ്ത ആ പ്രപഞ്ചബോധത്തിൽ ചെന്നു. അതുകൊണ്ട് അയാൾക്ക് റിസൾട്ട് കിട്ടി. അങ്ങനെ എത്രയോ അനുഭവങ്ങളുണ്ട്, പല അനുഭവങ്ങൾ. ബിസിനസ് ചെയ്യുന്നവർ, സാമ്പത്തികം, അതുപോലെ കൺസൾട്ടിങ് ചെയ്യുന്നവർ, അതൊരു ഡോക്ടർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവരുടെ വരുമാനം 4 അവരുടെ വർദ്ധിച്ചു വരുന്നത്. ഏത് കൺസൾട്ടിങ്ങും ആയിക്കോട്ടെ, എന്ന് വേണ്ട ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും സാമ്പത്തികം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞൊക്കെ പല കാര്യങ്ങളും ചെയ്ത് അതുപോലെ ഫലം ഉണ്ടായ ഒരു കാര്യമാണ് പറയുന്നത്. നിങ്ങളത് ആ ഒരു പ്രാധാന്യത്തോടെ മനസ്സിലാക്കി ചെയ്യുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ശിവനാമത്തിലെല്ലാം സമർപ്പിക്കുന്നു. ഞാൻ പറയുന്നതെല്ലാം ഇതൊന്നും എൻ്റെ അറിവല്ല, ആ ശിവഭഗവാന്റെ അനുഗ്രഹമാണ്. ഞാനൊരു ശിവയോഗ ചെയ്യുന്ന ആളാണ്, ശിവയോഗിയാണ്. എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്നു. നിങ്ങൾ ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക. ഇത് ആർക്കും ഷെയർ ചെയ്യേണ്ട. ആവശ്യക്കാരൻ കണ്ടുപിടിച്ചു, അവർക്ക് ഗുണമുണ്ടാകും ശരിയായിട്ട് മനസ്സിലാക്കുന്നവർ. അല്ലാത്തവർ വഴിക്ക് പോട്ടെ, നമുക്ക് സന്തോഷമേ ഉള്ളൂ. അല്ലെങ്കിൽ അതൊക്കെ അവനവൻ്റെ സ്വാതന്ത്ര്യം. ആവശ്യമുള്ളവൻ കണ്ടെത്തും. അവർക്ക് വേണ്ടിയുള്ളതാണ് ഇതെല്ലാം. അപ്പോൾ അത് പിന്നെ നമ്മുടെ വീഡിയോ സ്ഥിരം ഫോളോ ചെയ്യുന്നവരുണ്ട്, അവർക്ക് തീർച്ചയായിട്ടും അവരത് ചെയ്യുന്നുണ്ട്. അല്ലാത്തവർ കണ്ടെത്തിക്കോളൂ. നമ്മളിപ്പോൾ ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർ ചിലപ്പോൾ കാണണമെന്നില്ല, സമയമായവരെ കാണത്തുള്ളൂ. അതുകൊണ്ട് പറഞ്ഞാൽ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. വിശദമായിട്ട് വീഡിയോയിലേക്ക് വരുവാണ്. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാ ജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില, ഇതാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് വാട്സപ്പ് ഇടുക. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് മെസ്സേജുകൾ വരുന്നതാണ്. പറ്റുന്നവർക്ക് റിപ്ലൈ തരും. ഞാൻ നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ. ഇതുപോലെയുള്ള ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന, അല്ല സ്വയം ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ. അത് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. അത് ശരിയായിട്ട് ചെയ്തവർക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാതെ ചെയ്യാതിരിക്കുക.
അങ്ങനെയാണ് വർക്ക് എടുക്കുന്നത്. ഞാൻ എങ്ങനെയുള്ള നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ. അത് ആവശ്യമുള്ളവർ ചെയ്യാതെ ചെയ്യാതിരിക്കും. ഒരു തവണ ചെയ്തുകൊണ്ടൊന്നും ഫലം ഉണ്ടാകണമെന്നില്ല. ക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ട നല്ല കാര്യവും സ്വയം വീട്ടിൽ ചെയ്യാവുന്ന നല്ല കാര്യവും ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അത് ആവശ്യമുള്ളവർ ചെയ്യാതെ ചെയ്യാതിരിക്കുക. ഇതാണ് സാഹചര്യം. പിന്നെ നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. അതുകൊണ്ടാണ് നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. നല്ല കാര്യങ്ങൾ ചെയ്തോ എല്ലാവർക്കും നന്മ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എല്ലാം ശിവവാദ്യം സമർപ്പിക്കുന്നു. എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു തരുന്നു. വിശദമായിട്ട് കേൾക്കുക. നിങ്ങൾക്കിത് ഉറപ്പായിട്ടും ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുന്നവർക്ക് ഗുണം ഉണ്ടാവും. ഉണ്ടായിട്ടുള്ള കാര്യമാണ്, ഗുണം ഉണ്ടാകും. അതുകൊണ്ടാണ് ഇത്ര ഇതായിട്ട് പറയുന്നത്. സന്തോഷത്തോടു കൂടിയാണ് പറഞ്ഞു തരുന്നു. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ₹1 നാണയം കൊണ്ട് ഇപ്പോൾ എന്തോ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു നാണയം കൊണ്ട് ഇപ്പോൾ എന്തോ ചെയ്യാൻ പറ്റുന്നു ചിലരൊക്കെ വിചാരിക്കും. ഞാൻ പറഞ്ഞ് ചെയ്തവർക്ക് ലക്ഷങ്ങൾ വന്നിട്ടുണ്ട്. അന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. 10 ലക്ഷം രൂപ ലോട്ടറി അടിച്ചത്. ചിലർക്ക് ലോട്ടറി അടിക്കുമെന്നല്ല, ബിസിനസ്സുകാരുണ്ട്, ജോലി ചെയ്ത് സാമ്പത്തികം നല്ല രീതിയിൽ ഉണ്ടാക്കിയവരുണ്ട്. അങ്ങനെ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞ് ചെയ്തവർക്ക് ഗുണമുണ്ടായിട്ടുള്ളതാണ്. അങ്ങനെ ആണ് ഈ പറഞ്ഞു തരുന്നത്. അല്ലാതെ വെറുതെ പറയുന്നത്. ഇന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമാണ്. പുതിയ കാര്യം എന്ന് പറഞ്ഞാൽ വീഡിയോയിൽ പുതിയതാണ്, പക്ഷേ അത് ചെയ്തവർക്ക് ഗുണമുണ്ടായിട്ടുള്ള കാര്യമാണ്. ഞാൻ തന്നെ പറഞ്ഞിട്ട് നമ്മൾ ₹1 നാണയം അല്ലെങ്കിൽ ഒരു നാണയം, 2 രൂപ, 5 രൂപ, എത്ര 10 രൂപ എത്ര ആയിക്കോട്ടെ, ഒരു നാണയം. ഈ ₹1 നാണയം ഉണ്ടെങ്കിൽ ₹1 നാണയം തന്നെ എടുക്കുക. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാണയം എടുക്കുക. 2 രൂപയുടെ, 5 രൂപയുടെ, 10 രൂപയുടെ എത്രയാണെന്ന് വെച്ചാൽ ഒരു നാണയം എടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് രാവിലെ കുളി കഴിഞ്ഞ് കൈയും കാലും മുഖം കഴുകിയിട്ടോ, അല്ലെങ്കിൽ കുളിച്ചില്ലേ പോലും കൈയും കാലും മുഖം കഴുകിയിട്ടോ, അല്ലെങ്കിൽ കുളി കഴിഞ്ഞാൽ തന്നെ ഒന്നുകൂടെ കൈയും കാലും മുഖം കഴുകിയിട്ടോ, എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്യാം. നിങ്ങൾ ഒരു സാമ്പ്രാണി എടുക്കുക. ആ സാമ്പ്രാണി എടുത്ത് ആദ്യം ₹1 നാണയം അല്ലെങ്കിൽ ഒരു നാണയം ഒരു തട്ടത്തിൽ വെക്കുക. ഈ നാണയം ദിവസം നിങ്ങൾക്ക് മാറാം. ഈ നാണയം നിങ്ങൾക്ക് ഉപയോഗിക്കാം, അതിനൊന്നും കുഴപ്പമില്ല. ഈ നാണയം നിങ്ങൾക്ക് അടുത്ത ദിവസം വേറെ നാണയം എടുക്കുക. ഈ ദിവസം നിങ്ങൾക്ക് ഈ നാണയം നിങ്ങൾക്ക് മാറാം. അതിൻ്റെ അതൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. വീണ്ടും പറയാം, സംശയം പലർക്കും ഉണ്ടാകും. അതുകൊണ്ടാണ് ഒരു തട്ടത്തിൽ ഒരു ചെറിയ തട്ടം മേടിക്കണം, പുതിയ തട്ടം. അത് നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കരുത്, കടയിൽ നിന്ന് മേടിക്കണം. ചെറിയൊരു തട്ടം, ഒരു പ്ലേറ്റ്. അതിൽ ₹1 നാണയം വെക്കണം ആദ്യം. എന്നിട്ട് നിങ്ങൾ ഒരു സാമ്പ്രാണി എടുക്കണം, കർപ്പൂരം അല്ല സാമ്പ്രാണി. ആ സാമ്പ്രാണി കത്തിക്കണം. കത്തിച്ചിട്ട് അതിൻ്റെ ഈ ദീപം അല്ലെ അതിൻ്റെ അഗ്നിനാളം അങ്ങ് കെടുത്തിയിട്ട് നമുക്ക് പുക മതി. ആ പുക നമ്മുടെ ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മളുടെ തന്നെ പാദത്തിന് ഓം കൃഷ്ണായ നമഃ ജപിച്ച് വലത്തോട്ട് 1 തവണയോ 3 തവണയോ ഒഴിയാം. 1 തവണ ഒഴിഞ്ഞാലും മതി. നമ്മളുടെ തന്നെ ഹൃദയത്തിന് നേരെ അടുപ്പിച്ച് നേരെ പിടിച്ച് ഓം കൃഷ്ണായ നമഃ ജപിച്ച് 1 തവണ ഒഴിയുക. നമ്മുടെ തന്നെ മുഖത്തിന് നേരെ അകത്തി പിടിച്ച് ഓം കൃഷ്ണായ നമഃ ജപിച്ച് 1 തവണ ഒഴിയുക. അപ്പം നമ്മുടെ തന്നെ പാദം, നമ്മുടെ തന്നെ ഹൃദയം, നമ്മുടെ തന്നെ മുഖം എന്ന് പറയുമ്പോൾ ഈ ആജ്ഞാചക്രവും കൂടെ അതിൻ്റെ വരും. അപ്പം ഇങ്ങനെ മുഖത്തിന് അടുത്ത് പിടിച്ചോ അല്ലെങ്കിൽ നെഞ്ചിന് അടുത്ത് പിടിച്ചോ ഉണ്ട്, അകത്തി പിടിച്ച് ചെയ്താൽ മതി. അപ്പോഴേ ഓം കൃഷ്ണായ നമഃ കൊണ്ട് ജപിച്ച് ഒഴിയുക. 1 തവണ ഒഴിഞ്ഞാൽ മതി. ഓരോ തവണ വീതം പാദത്തിനും നെഞ്ചിൻ്റെ അവിടെയും അകത്തിപ്പിടിച്ച് മതി കേട്ടോ. മുഖത്തിന് മുന്നിലും അകത്തിപ്പിടിച്ച് വലത്തോട്ട് ഒഴിയണം 1 തവണ. ഇതെന്തിനാണെന്നറിയോ? നമ്മളുടെ ഈ പാദം, ഹൃദയം, മുഖം എന്ന് പറയുമ്പോൾ ആജ്ഞാചക്രം ഉൾപ്പെടുന്ന ഭാഗം, ഇതിന് പ്രാധാന്യമുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ദൃഷ്ടിദോഷങ്ങൾ സ്വാധീനിക്കുന്ന ഈ 3 ഭാഗങ്ങളിലൂടെയാണ്. കാരണം നമ്മൾ ഒരിടത്തും കാലെടുത്ത് ചവിട്ടുന്നു, അവിടുത്തെ ചില ദോഷങ്ങൾ നമ്മളെ സ്വാധീനിക്കും. നമ്മൾ പല കാര്യങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അത് ഹൃദയത്തിലാണ്. നമ്മൾ നോക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ നോക്കുന്നത് അത് മുഖമായിട്ട് വരും. ഈ 3 സ്ഥാനങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ഇതിലൂടെയാണ് കൂടുതലും ദൃഷ്ടിദോഷങ്ങളെ പല നെഗറ്റീവ് ഇതും നമ്മളതിലേക്ക് വരുന്നത്, ദൃഷ്ടിദോഷങ്ങളുമൊക്കെ. അതുകൊണ്ട് ഈ 3 ഭാഗവും നമ്മൾ ഒഴിയുന്നു, വലത്തോട്ട് ഒഴിയുന്നു. മനസ്സിലായല്ലോ? ഓം കൃഷ്ണായ നമഃ കൊണ്ടോ മനസ്സിലോ ജപിച്ചൊഴിയാം. കൊണ്ട് ജപിക്കുന്ന ഒന്നുകൊണ്ട് നല്ലത്. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഈ തട്ടത്തിൽ വെച്ചിരിക്കുന്ന ₹1 നാണയം വലത്തോട്ട് സാമ്പ്രാണിയുടെ ഈ പുക വലത്തോട്ട് 3 ഒഴിയുക. ഓം കൃഷ്ണായ നമഃ എന്ന് ജപിച്ച്. എന്നിട്ട് നിങ്ങൾ ഈ സാമ്പ്രാണി അങ്ങ് കെടുത്തി, അല്ലെ നിങ്ങൾക്ക് സാമ്പ്രാണിയുടെ ആ തീ കത്തിയ ഭാഗം അങ്ങ് കെടുത്തിയിട്ട് ഇത് മാറ്റി വെക്കാം. സാമ്പ്രാണി പിന്നെ കത്തണ്ട. അത് ഭസ്മത്തിലോ വല്ലോ കുത്തിയോ എങ്ങനെയെങ്കിലും ആണെങ്കിൽ നല്ലതാ. അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും ആ സാമ്പ്രാണിയുടെ ആ കത്തിയ ഭാഗത്ത് ഇച്ചിരി വെള്ളം തളിച്ചാണെങ്കിലും അത് കെടുത്തിയിട്ട് അത് മാറ്റി വെക്കാം. പിന്നെ സാമ്പ്രാണി അത്ര മതി. എന്നിട്ട് ഈ ഒഴിഞ്ഞ ₹1 നാണയം നിങ്ങളുടെ വലത് കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് കണ്ണുകൊണ്ട് നോക്കാതെ ഇത് ഓം കൃഷ്ണായ നമഃ കൂടെ ഒന്നുകൂടെ ജപിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ചെയ്യണം. അതാണ് ഇതിനകത്ത് പ്രധാന കാര്യം. നിങ്ങളുടെ
ഇടതുമൂക്ക് അടച്ചു പിടിച്ച് വലതുമൂക്കിൽ കൂടി ശ്വാസം എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ക്ലെയിം എന്ന് ജപിക്കണം. മനസ്സുകൊണ്ട് ചെയ്താൽ മതി. ക്ലെയിം എന്ന് ജപിച്ചിട്ട് ധനസമൃദ്ധി എന്ന് പറഞ്ഞിട്ട് ഇടതുമൂക്കിൽ കൂടെ ശ്വാസം വിടുക. അപ്പം വലതുമൂക്ക് അടച്ചിട്ട് ഇടതുമൂക്കിൽ കൂടെ അങ്ങ് വിട്ടേക്കണം. അപ്പം ആദ്യം വലതുമൂക്കിൽ കൂടി എടുക്കണം. അപ്പോൾ ഇടതുമൂക്ക് അടച്ച് വലതുമൂക്കിൽ കൂടി എടുക്കുക. എടുത്തിട്ട് ഇവിടെ ക്ലെയിം എന്ന് ജപിച്ചിട്ട് ജസ്റ്റ് ജപിച്ചാൽ മതി, ശ്വാസം ഹോൾഡ് ചെയ്യേണ്ട. ജസ്റ്റ് ക്ലെയിം എന്ന് ജപിച്ചാൽ ധനസമൃദ്ധി എന്ന് പറയുക. എന്നിട്ട് ഇടതുമൂക്കിൽ കൂടെ വിടണം. ഇടതുമൂക്കിൽ കൂടെ വിടുമ്പോൾ അപ്പോഴത്തെ മൂക്ക് അടച്ചു പിടിക്കണം. ഈ ഒരു വിദ്യ ചെയ്യുക. അപ്പോൾ ഇവിടെ ക്ലെയിം എന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു വിടുന്നേ ഉള്ളൂ, അല്ലാതെ നമ്മൾ ഹോൾഡ് ചെയ്യേണ്ട, ശ്വാസം പിടിച്ച് വെക്കണ്ട. അപ്പം ക്ലെയിം ധനസമൃദ്ധി എന്നും കൂടെ ഒന്ന് പറയുക. എന്നിട്ട് നിങ്ങളിത് കണ്ണുകൊണ്ട് നോക്കുക. പിന്നെ കണ്ണുകൊണ്ട് നോക്കണ്ട, ഇത് പേഴ്സിനകത്ത് വയ്ക്കുക. ഇത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അലമാരിയുടെ അലമാരിയുടെ ഡ്രോയ്ക്കകത്ത് വെക്കാം, അല്ലെ പേഴ്സിനകത്ത് വയ്ക്കുക, എങ്ങനെ വേണമെങ്കിലും ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ബിസിനസ് സ്ഥാപനം ഉണ്ടെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിൽ ആദ്യത്തെ കച്ചവടം തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു നാണയം അതിൻ്റെ അകത്തിടാം. എന്നിട്ട് കച്ചവടം തുടങ്ങി. ഈ ദിവസം ഈ നാണയം വേറെ നാണയം ഉപയോഗിക്കുക. ഈ നാണയം വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കുക, അതിനകത്തൊന്നും തെറ്റില്ല. അല്ല, ഈ നാണയം അടുത്ത ദിവസം വേറെ നാണയം കൊണ്ട് ഇങ്ങനെ ചെയ്യാം. ദിവസവും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വണ്ടി ഉണ്ടെങ്കിൽ വണ്ടിക്കും ഇതുപോലെ ഒന്ന് ഒഴിഞ്ഞ് ഒരു നാണയം ഇതുപോലെ പേഴ്സിൽ വെച്ച് ആ വണ്ടി അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ഓട്ടോ ഓടുന്നവരുണ്ട് കേട്ടോ. ഓട്ടോ ഇഷ്ടംപോലെ ഉള്ളവരുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞ ഇതല്ല, വേറെയും ചില കാര്യങ്ങൾ പറഞ്ഞ് ഓട്ടോ ഓടിയിട്ട് എനിക്ക് വളരെ ഒരു ഹൃദയസ്പർശിയായ ഒരു കാര്യം, അദ്ദേഹം എനിക്ക് ചെറിയൊരു തുക ഞാൻ അറിയാതെ ഗൂഗിൾ പേയിലിട്ടു. എനിക്കത് മനസ്സിനെ ടച്ച് ചെയ്തു. കാരണം ഞാൻ പറഞ്ഞു ഇതുപോലെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യം ചെയ്ത് പുള്ളിക്ക് കുറേ ഓട്ടം കിട്ടി. അതിനെന്തിനാ എനിക്ക് ദക്ഷിണ ഇടേണ്ട കാര്യമുണ്ടോ? കാരണം ഒരു ഓട്ടോ ഓടിക്കുമ്പോഴൊക്കെ എന്തൊരു ബുദ്ധിമുട്ടില്ല എന്ന് വെച്ചാൽ സാമ്പത്തികമായ പല പ്രതിസന്ധികളിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. അപ്പോൾ അത് ജീവിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടമാണല്ലോ. അത് ഞാൻ പറഞ്ഞ ഇതുപോലെ വേറെ ചില കാര്യങ്ങൾ പറഞ്ഞ് ഓട്ടം കിട്ടിക്കഴിഞ്ഞപ്പോൾ പുള്ളി എനിക്കൊരു സാമാന്യം വലുതുമല്ല ചെറുതുമല്ലാത്തൊരു തുക എനിക്ക് ഗൂഗിൾ പേ ഇട്ടു. ഞാൻ പറഞ്ഞു എന്തിനാണ് അങ്ങനെ ചെയ്ത്? അപ്പം പുള്ളി പറഞ്ഞ് സന്തോഷത്തിന് ചെയ്തതാണ്. പക്ഷേ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്കൊരു കാര്യം പ്രയോജനം കിട്ടിയാൽ നിങ്ങളുടെ കുടുംബത്തിനത് ചിലവാക്കുക. പിന്നെ ആർക്കെങ്കിലും നിങ്ങളുടെ ഈ പണം കൂടുതലുണ്ടാകുമ്പോൾ അന്നദാനമോ ആരെങ്കിലും ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുക, അതൊക്കെയാണ് ചെയ്യേണ്ടത്. ഞാൻ ആ ഭഗവാനെ സങ്കല്പിച്ച് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. പിന്നെ എനിക്ക് ആവശ്യത്തിന് വർക്കുണ്ട്, ഞാനത് ചെയ്യുന്നുണ്ട്, എനിക്ക് ഈശ്വരൻ തരുന്നുണ്ട്, അതിന് ഈശ്വരനോട് നന്ദി. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ലാന്ന് ഞാൻ പിന്നെ പുള്ളിയോട് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പ്രയോജനം ചെയ്ത ഓട്ടക്കാരുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെ വണ്ടി കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ അത് ഓർത്തപ്പോൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ വണ്ടിക്ക് ഇതുപോലെ കർപ്പൂര ഒഴിയുക. നിങ്ങൾക്കൊഴിഞ്ഞിട്ട് നിങ്ങളുടെ പാദത്തിനും നിങ്ങളുടെ ഹൃദയത്തിനും നിങ്ങളുടെ മുഖത്തിനും ഒഴിഞ്ഞിട്ട് വണ്ടിക്ക് ഒഴിഞ്ഞിട്ട് ഒരു രൂപ നാണയം ഒഴിഞ്ഞ് വണ്ടിയെ വെക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിനകത്ത് വയ്ക്കാം, ഒക്കെ ചെയ്യാം. അത് സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഉയർച്ച നൽകും, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇത് നിങ്ങൾ ഏത് തൊഴിൽ ചെയ്താലും ക്ലിനിക്കുകളിൽ വരെ ഉള്ള കൺസൾട്ടിങ് ചെയ്യുന്നവർ വരെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് അവരുടെ വരുമാനം വർദ്ധിക്കുന്നുണ്ട്. എല്ലാം നല്ല കാര്യങ്ങളാണ്. ഏതൊരാൾക്കും പ്രയോജനപ്പെടുത്താം, ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും പ്രയോജനപ്പെടുത്താം. കൺസൾട്ടിങ് മേഖല ആയിക്കോട്ടെ, സെയിൽസ് മേഖല ആയിക്കോട്ടെ, ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും ഇത് ഉപകാരം ചെയ്യാം. സാമ്പത്തികത്തെ ആകർഷിക്കുന്നതാണ്. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഒരു ശുദ്ധി വേണം. മനസ്സിൽ ഇപ്പം മറ്റുള്ളവനെക്കുറിച്ച് ദൂഷിക്കുക, മറ്റുള്ളവരെക്കുറിച്ച് മോശം പറയുക, മറ്റുള്ളവന് ദോഷം പറയണമെന്ന് ചിന്ത ഉണ്ടാകുക, അങ്ങനെയുള്ള ചിന്താഗതി കൊണ്ടൊന്നും ഇത് ചെയ്താലൊന്നും ഒരു ഫലം ഉണ്ടാകത്തില്ല. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ജീവിക്കണം. പിന്നെ നിങ്ങളുടെ മനസ്സിൽ നന്മ, ഈശ്വര എന്നൊരു നന്മ, നിങ്ങളുടെ പ്രവൃത്തികളിൽ ഒരു നന്മ, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഗുണം ചെയ്യും. കാരണം ഞാൻ പറഞ്ഞ് ഇത് ചെയ്ത് ബിസിനസ്സൊക്കെ ചെയ്ത് സാമ്പത്തികം ഉണ്ടാക്കുന്നവരുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്, ഒരു പണിയില്ലാതെ ഒരു ബിസിനസ്സും ഇല്ലാതെ ഇരുന്നവർക്കൊക്കെ അത് സാമ്പത്തികം അതുപോലെ വരുന്നുണ്ട്, അതുപോലെ ബിസി ആയിട്ടുമുണ്ട് ഈ പറഞ്ഞ കാര്യം ചെയ്തു. ഇനി നിങ്ങൾക്ക് അപ്പം കച്ചവട സ്ഥാപനം ഉണ്ടെങ്കിൽ അവിടെ ഒരു രൂപ നാണയം ഇങ്ങനെ ഇടാം. എന്നും രാവിലെ ഇറങ്ങും. എന്നിട്ട് പിറ്റേ ദിവസം വേറെ നാണയം ഉപയോഗിക്കുക. പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് പേഴ്സ് വെക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അലമാരിക്കകത്തൊരു ഡ്രോയ്ക്കകത്ത് ഈ നാണയം ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഡപ്പിക്കകത്ത് വെച്ചാലും മതി. അലമാരിക്കകത്ത് വെക്കുകയാണെങ്കിൽ ഒരു ഡപ്പിക്കകത്ത് വെക്കുക. കാരണം അത് എപ്പോഴും തുറന്നു നോക്കേണ്ട കാര്യമില്ല. ഇത് കണ്ണുകൊണ്ട് നോക്കരുത്. പിന്നെ അത് അവിടെ ഇരിക്കട്ടെ. പേഴ്സിലാണെങ്കിൽ ഇത് ഒരു കള്ളി വെച്ച് സിബിട്ട് അടയ്ക്കണം. കണ്ണുകൊണ്ട് പിന്നെ നോക്കണ്ട. അപ്പോഴേ അത് ഫലം ഉണ്ടാകുന്നത്. അതിൻ്റെ അകത്ത് ഒരു രഹസ്യം ഉണ്ട്. അതുകൊണ്ട് ഈ പറയുന്നത് ചില കാര്യങ്ങൾ ചില രീതിയിൽ ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. അല്ല പിന്നെ വെറുതെ ചെയ്യാമെന്നുള്ളൂ, ഫലം ഉണ്ടാകണമെന്നില്ല.
അപ്പോൾ ഇത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടാണ് അത് ചെയ്യുന്ന ആളുകൾക്ക് പ്രയോജനം ഉണ്ടാകുന്നത്. അപ്പം ഇതോടൊപ്പം വൈകിട്ട് കിടക്കാൻ നേരം ശ്രദ്ധിച്ച് കേട്ടോണം. വൈകിട്ട് കിടക്കാൻ നേരം നിങ്ങൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പ്, ഇതിന് ശുദ്ധിയോ അശുദ്ധിയോ ഒന്നുമില്ല, ഇപ്പം വിവാഹം കഴിച്ചവർക്ക് ദാമ്പത്യ ബന്ധം എല്ലാം ആകാം, ഒന്നും തടസ്സമല്ല. നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾക്ക് ന്യായമായ സത്യസന്ധമായ ഏതൊരു കാര്യത്തിനും ഇതൊന്നും തടസ്സമല്ല. നിങ്ങളുടെ ആ മനസ്സ് എങ്ങനെ ഏതിനെ കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാനീ പറയുന്ന കാര്യം ഈ ശുദ്ധിയോ അശുദ്ധിയോ അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ശരിയായിട്ട് ആ ദാമ്പത്യാനുഭവങ്ങൾക്ക് ഒന്നും തടസ്സമല്ല. ഇത് കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യുക. ഈ വിദ്യ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ഇടത് സൈഡ് ചൊരിഞ്ഞ് കിടക്കണം. എന്നിട്ട് നിങ്ങൾ മനസ്സിൽ ഓം കൃഷ്ണായ നമാന്ന് ജപിക്കുക. മനസ്സിൽ ജപിച്ചാൽ മതി. ഞാൻ പറയുന്ന ഓരോ വാക്കും ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ഞാൻ പറയുന്ന അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒരു രക്ഷപ്പെടാനുള്ള അവസരവും കൂടെ നഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. ചില കാര്യം ഞാൻ 2 പ്രാവശ്യം പറയുന്നുണ്ട്. എനിക്ക് 2 പ്രാവശ്യം പറയണമെന്ന് വഴിപാടൊന്നും ഉണ്ടായിട്ടല്ല. കാരണം ചിലർ ആദ്യം പറയുമ്പോൾ ശ്രദ്ധിക്കത്തില്ല, അവർക്ക് ഇഷ്ടമുള്ള രീതിയൊക്കെ ചെയ്യും. അത് ഒരു അവസരവും കൂടെ പോവുക, അവരുടെ ജീവിതത്തിൽ ഒരു രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത ഇല്ലാതാകുക. അതുപോലെയാണ് ചില കാര്യം 2 തവണ ആവർത്തിക്കുന്നത്. ചിലപ്പോൾ 2ാമത്തെ തവണ പറയുമ്പോൾ ശ്രദ്ധിക്കും. അത് ഞാൻ അതുകൊണ്ടാണ്, ആ ഒരു ഉദ്ദേശത്തിലാണ്, അല്ല എനിക്ക് സമയം ഉണ്ടായിട്ടൊന്നുമല്ല. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക. പറയുന്നത് മനസ്സിൽ ജപിക്കാൻ പറയുന്നിടത്ത് മനസ്സിൽ ജപിക്കുക, വാ കൊണ്ട് ജപിക്കാൻ പറയുന്നിടത്ത് വാ കൊണ്ട് ജപിക്കുക. ഇത് തലതിരിഞ്ഞ് ചെയ്യരുത്. അത് അതിൻ്റെ ആ ഫലം കിട്ടണമെന്നില്ല. അപ്പോൾ ഇടത് സൈഡ് കിടക്കാൻ നേരത്തെ ഇടത് സൈഡ് ചെരിഞ്ഞ് കിടക്കുക. മനസ്സിലായല്ലോ? ഇടത് സൈഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഇടത് സൈഡ് ചെരിഞ്ഞ് കിടക്കുക. എന്നിട്ട് മനസ്സിൽ കണ്ണടച്ചവും കൃഷ്ണായ നമാന്ന് മനസ്സിൽ ജപിക്കുക. ജപിച്ച ശേഷം ക്ലീം എന്ന് മനസ്സിൽ ജപിച്ചിട്ട് ധനസമൃദ്ധി എന്ന് ജപിച്ചിട്ട് വീണ്ടും ക്ലീം എന്ന് പറയുക. എന്നിട്ട് കിടന്നുറങ്ങുക. നിങ്ങളെനിക്ക് പണം വേണമെന്നോ എനിക്ക് വെള്ളം ഒന്നും പറയണ്ട. അവിടെ ഇത്രയും ചെയ്താൽ മതി, ബാക്കിയൊക്കെ വന്നോളൂ. ദിവസവും രാത്രി ചെയ്യുക. ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ദിവസം കൊണ്ടൊന്നും വല്ലൊരു മാറ്റം ഉണ്ടാകുന്നു. ദിവസവും ചെയ്യണം. അത് നിങ്ങളുടെ മനസ്സൂടെ ആ കാര്യത്തിലേക്ക് ഉൾക്കൊള്ളുമ്പോഴാണ് മാറ്റം സംഭവിക്കുന്നത്. ചിലർക്ക് പെട്ടെന്ന് മാറ്റം വരും, ചിലർക്ക് ചിലപ്പം ദിവസം കുറച്ച് നാൾ കഴിഞ്ഞായിരിക്കും മാറ്റം വരുന്നത്. പക്ഷെ ദിവസവും ചെയ്യണം ഈ വിദ്യകൾ. അപ്പോൾ അത് വലിയ ഒരു മാറ്റത്തിലേക്ക് വരും. ഇനിയും നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യുന്ന വിദ്യകളൊക്കെ ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചെയ്ത് കഴിഞ്ഞോ ചെയ്യുന്നതിന് മുമ്പോ ചെയ്യാം. നിങ്ങളുടെ ഇടത്ത് കയ്യിൽ ആദ്യം നിങ്ങൾ ഇടത് കയ്യിൽ വലത് കൈ കൊണ്ട് ക്ലീം എന്ന് എഴുതുക. ഇവിടെ ക്ലീം എന്ന് എഴുതണം. പിന്നെ നേരെ തിരിച്ചു നിങ്ങളുടെ വലത് കൈയിൽ ഇടത് കൈ കൊണ്ട് ക്ലീം എന്ന് എഴുതുക, വാ കൊണ്ട് ഉച്ചരിച്ച്. എന്നിട്ട് ഈ 2 കൈയും ഇങ്ങനെ ഒന്ന് നോക്കുക. ഇത്രയും മതി. ദിവസവും ചെയ്ത കയ്യിലേക്ക് പൈസ വരും, അപാരമായ വശ്യമുണ്ടാകും, സാമ്പത്തികം ആകർഷിക്കും. അപ്പോൾ ആദ്യം വലത് കൈയിൽ ഇടത് കൈ കൊണ്ട് ക്ലെയിം എന്ന് എഴുതണം. ചുമ്മാ എഴുതിയാൽ മതി. ഇനി തിരിച്ച് ഇടത് കൈയിൽ വലത് കൈ കൊണ്ട് ക്ലെയിം എന്ന് എഴുതുക. അത് വാ കൊണ്ട് പറഞ്ഞുകൊണ്ട് എഴുതണം. എന്നിട്ട് 2 കൈ ഇങ്ങനെ ഒന്ന് നോക്കുക, ഒന്നും ചിന്തിക്കാതെ. ഇതൊന്ന് ചെയ്യുക ദിവസവും രാവിലെ കിടക്കപ്പായിരുന്നുകൊണ്ട്. അപാരമായ വശ്യമുണ്ടാകും, സാമ്പത്തികം വരും. നിങ്ങൾ ഇനിയും 3 തവണ ഈ ശ്വാസവിദ്യ ചെയ്യണം. രാവിലെ നിങ്ങൾ വീട്ടിൽ ചെയ്യേണ്ട ഞാൻ പറഞ്ഞല്ലോ. ഈ രാവിലെ എപ്പം ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അതായത് വലത് മൂക്കിൽ കൂടെ ശ്വാസം എടുത്ത് ക്ലെയിം എന്ന് ഇവിടെ വരുന്നതായിട്ട് സങ്കല്പിച്ച് ക്ലെയിം എന്ന് മനസ്സിൽ ജപിച്ച് കൃഷ്ണനെ സങ്കല്പിച്ച് ധനസമൃദ്ധി എന്ന് പറഞ്ഞിട്ട് നേരെ ഇടത്ത് മൂക്കിൽ കൂടെ വിടുക. അപ്പോൾ ഓപ്പോസിറ്റ് മൂക്ക് അടച്ച് പിടിച്ച് വേണം. അറിയാം, ശ്വാസം ഹോൾഡ് ചെയ്യാണ്ട് എടുത്ത് വിടുന്നേ ഉള്ളൂ. ഈ വിദ്യ രാവിലെ വീട്ടിൽ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞു തന്നു, ആദ്യമേ പറഞ്ഞു. രണ്ടാമത്, നിങ്ങളൊരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഓഫീസിൽ വെച്ച് 1 തവണ ചെയ്യുക. പിന്നെ തിരിച്ചു നിങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞ് കുളിച്ചെല്ലാം കഴിഞ്ഞ് 1 തവണ ചെയ്യുക. ഇങ്ങനെ 3 തവണ ഈ ക്ലീമിൻ്റെ ശ്വാസവിദ്യ, ശരനൂൽ വിദ്യ ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആ വിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടത് മൂക്ക് അടച്ച് വലത് മൂക്കിൽ കൂടി ശ്വാസം എടുത്ത് ക്ലെയിം എന്ന് ഇവിടെ ഈ നെറ്റി തട്ടുന്നതായിട്ട് വിചാരിക്കണം. അകത്തൂടെ വന്ന് നെറ്റി തട്ടുന്നതായിട്ട് ശ്വാസം തട്ടുന്നതായിട്ട് വിചാരിക്കണം. അവിടെ ആ മാറ്റം വരുന്നത്. ചുമ്മാ ശ്വാസം എടുത്ത് വിട്ടാൽ മാറത്തൊന്നുമില്ല. വലത് മൂക്കിൽ കൂടി ശ്വാസം എടുത്ത് ഇടത് മൂക്ക് ജസ്റ്റ് നടച്ച് പിടിച്ചാൽ മതി. വലത് മൂക്കിയുടെ ശ്വാസം എടുത്ത് ഈ ശ്വാസം തട്ടി നെറ്റിയുടെ ഉള്ളിൽ ഈ നെറ്റിയിൽ അകത്തൂടെ മൂക്കിനകത്തൂടെ വന്ന് നെറ്റിയിൽ ഒന്ന് തട്ടുന്നതായിട്ട് വിചാരിക്കുക. അപ്പം ക്ലെയിം എന്ന് മനസ്സിൽ ജപിച്ച് കൃഷ്ണനെ ചിന്തിക്കുക. എന്നിട്ട്
ക്ലെയിമെന്ന് ഒന്നുകൂടെ ജപിച്ചിട്ട് ഇടത് മൂക്കിൽ കൂടെ വിടുക. ഇനി അതല്ല, ക്ലെയിമെന്ന് മാത്രം ഒന്ന് ചിന്തിച്ച് ധനസമൃദ്ധി എന്ന് പറഞ്ഞാലും മതി. അത് 2 രീതി ചെയ്താലും ഫലം ഉണ്ടാകും. 2 രീതി ചെയ്തവർക്കും ഫലം ഉണ്ടായിട്ടുണ്ട്. വേണം ഇങ്ങനെ ചെയ്താലും മതി. നിങ്ങൾ ഇടത് മൂക്കടച്ച് വലത് മൂക്കിൽ കൂടെ ശ്വാസം കൊടുക്കുന്നു, ക്ലെയിമെന്ന് ഇവിടെ തട്ടുന്നു, ധനസമൃദ്ധി എന്ന് മനസ്സുകൊണ്ട് പറയുന്നു. പിന്നെ നിങ്ങൾ ഇടത് മൂക്കിൽ കൂടെ നീട്ടി വിടുന്നു. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കണം. അപ്പോൾ ഇവിടെ തട്ടുമ്പം ക്ലെയിമെന്ന് ജപിച്ചിട്ട് ധനസമൃദ്ധി എന്ന് പറയണം. മനസ്സിലാണ്, വാഗൊണ്ടല്ല. അതാണ് അതിൻ്റെ രഹസ്യം. ഇവിടെ തട്ടുന്നത് നിങ്ങൾ അനുഭവിക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾ സങ്കല്പിക്കണം. ഈ വലതുമുക്കിയുടെ ശ്വാസം എടുത്ത് ഇവിടെ വന്ന് തട്ടുമ്പം ഒരു 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 നമുക്കൊരു ഒരു ഒരു സുഖം ഉണ്ടാകും. ഇവിടെ തട്ടുമ്പോൾ ഈ വലതുമുക്കിയുടെ എടുത്ത് ഈ ഉള്ളിൽ ഇങ്ങനെ ശ്വാസം ജസ്റ്റ് തട്ടുന്നതായിട്ട് ഇതിൻ്റെ ഈ നെറ്റിയിൽ അകത്തൂടാണ്, മൂക്കിനകത്തൂടെ ശ്വാസം എടുത്ത് ഇവിടെ ഒന്ന് ജസ്റ്റ് തട്ടുന്നതായിട്ട് വിചാരിച്ച്, ഒന്ന് തൊടുന്നതായിട്ട് വിചാരിച്ച് ക്ലെയിമെന്ന് ജപിച്ച് ധനസമൃദ്ധി എന്ന് മനസ്സിലാണ്, മനസ്സുകൊണ്ടാണ് ക്ലെയിമെന്ന് ജപിക്കേണ്ടത്. ധനസമൃദ്ധി എന്ന് പറഞ്ഞു. മറ്റേ ഓപ്പോസിറ്റ് മൂക്കിൽ കൂടെ വിടുക. ഏതാ? വലത് മൂക്കിൽ കൂടെ എടുത്ത് ഇടത് മൂക്കിൽ കൂടെ വിടുക. അപ്പോൾ ശ്വാസം നമ്മൾ ഹോൾഡ് ചെയ്യുന്നില്ല, എടുത്ത് വിടുന്നേ ഉള്ളൂ. വലത് മൂക്കിൽ കൂടെ എടുക്കുമ്പോൾ ഇടത് മൂക്ക് അടച്ചു പിടിക്കണം. പിന്നെ ഇടത് മൂക്കിൽ കൂടെ വിടുമ്പോൾ വലത് മൂക്ക് അടച്ചു പിടിക്കണം. ദാറ്റ്സ് ഓൾ. വെരി വെരി ക്ലിയർ. ഇതിൽ കൂടുതൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങളിങ്ങനെ ചെയ്യാൻ നോക്കുക. ഇനിയും ഇതോടൊപ്പം നിങ്ങൾ 2 കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. പറ്റുന്ന പോലെ വ്യാഴാഴ്ച കൃഷ്ണനും ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും പാൽപ്പായസവും ചെയ്യണം. പാൽപ്പായസം ആർക്കെങ്കിലും പ്രായമുള്ളവർക്കോ കുട്ടികൾക്കോ ആർക്കെങ്കിലും കഴിക്കാൻ കൊടുത്താൽ നന്നായിരിക്കും. പെട്ടെന്ന് ഫലം ഉണ്ടാവും. നിങ്ങൾക്ക് ആവശ്യം പോലെ ചെയ്യുക. അല്ല, ഇനിയിപ്പോൾ നിങ്ങൾ കഴിക്കണമെന്നുള്ള വീട്ടിൽ പോയി കഴിച്ചു, അതിനകത്ത് കുറ്റമൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ചില അനുഭവങ്ങൾ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അത് വ്യാഴാഴ്ചകളും പക്കനാളിലും നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ കൃഷ്ണനെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും പാൽപ്പായസവും ചെയ്യുക. അതോടൊപ്പം ഞായറാഴ്ചകളിൽ മുരുകന് കുമാരസൂക്താർച്ചന ചെയ്യണം. സാധാ ഞായറാഴ്ചകളിൽ നിങ്ങൾ പോയി കുമാരസൂക്താർച്ചനയ്ക്ക് രസീത് എടുക്കണം. മുരുകക്ഷേത്രത്തിൽ പോയി ആ രസീത് കയ്യിൽ പിടിച്ച് ഓം ശരവണ ഭവായ നമ എന്ന് വാഗണ്ടോ മനസ്സിലോ എങ്ങനെ വേണേലും ഉച്ചരിച്ച് 3 വലത്ത് വെച്ചിട്ട് 3ാമത്തെ വലത്തിന് ഭഗവാനോട് നിങ്ങൾക്ക് എന്താണോ വേണം, ഭഗവാൻ എനിക്ക് ജീവിതമാർഗം നൽകണേ, സമ്പത്ത് നൽകണേ. ഇനി ഭൂമി വീടൊക്കെയാണ് അത് പറയുക. അങ്ങനെ ഭൂമി ഉണ്ടായവരുണ്ട്, വാഹനം ഉണ്ടായവരുണ്ട്, വീടുണ്ടായവരുണ്ട്. അതൊക്കെ നിങ്ങളുടെ ആവശ്യം പോലെ പറയാം. ഇനി നിങ്ങൾക്ക് സാമ്പത്തികം വേണം, അത് മാത്രം പറഞ്ഞാൽ മതി. കാരണം ഇപ്പോൾ പിടിച്ചിരിക്കാൻ പൈസ വേണം. അതോടൊപ്പം നമ്മൾ പരിശ്രമിക്കുകയും കൂടെ വേണം കേട്ടോ. നമ്മൾ എഫേർട്ടോട് ഇടുമ്പോഴേ പകുതി ഈശ്വരാധീനം, പകുതി നമ്മൾ എഫേർട്ടോട് എടുക്കണം. അല്ലെ ചുമ്മാ ഇരുന്നാൽ ഒന്നും മാറ്റം വരുമെന്ന് വിചാരിക്കരുത്. ഇതൊക്കെ ആ എഫേർട്ട് എടുക്കുന്നവർക്ക് വേണ്ടി ഈശ്വരാധീനത്തിന് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പം ഈശ്വരൻ തരുന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുകയും കൂടെ വേണം. അപ്പം കുമാരസൂക്താർച്ചനയ്ക്ക് രസീതെടുത്ത് 6 വലത്ത് വെക്കണം. ഓം ശരവണ ഭവായ നമ ഇത് ജപിച്ച് 6 വലത്ത് വെച്ചിട്ട് 6ാമത്തെ വലത്തിന് സാമ്പത്തികം ഭഗവാൻ എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് അടക്കി വെക്കുക. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ഞായറാഴ്ചകളെ ആവർത്തിച്ചാൽ പെട്ടെന്ന് ഫലം ഉണ്ടാകും. ഒരു മാസം തന്നെ 4 ഞായറാഴ്ചയുണ്ട്. അങ്ങനെ ഞായറാഴ്ചകളിൽ ആവർത്തിച്ചാൽ പെട്ടെന്ന് ജീവിതം മാറും. ഇത് ഭക്തിയോടെ ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാനിതിന്ന് പറയുന്നതിൻ്റെ പ്രധാന കാര്യം, ഒരുപാട് മെസ്സേജാണ്. കടം ജപ്തി കടം ഇത് മൊത്തം വായിച്ചിട്ട് ഇത് മൊത്തമാണ്. ഇതേ ഉള്ളൂ വാട്സപ്പിൽ വരുന്ന മെസ്സേജിനകത്ത്. ഞാൻ പലരോടും പറഞ്ഞു, ഞാൻ എന്തെല്ലാം നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വർണ്ണലക്ഷ്മി മന്ത്രം ജപിച്ചവർക്ക് തന്നെ സാമ്പത്തികം ഉണ്ടായവരുണ്ട്. ഭദ്രകാളിക്ക് ചെമ്പരത്തിമാലയും മലരുകൊണ്ട് മീനൂട്ടും കടുംപായസവും ചെയ്തവർ 10 രൂപ തികച്ചില്ലാത്തവർ ഇന്ന് ലക്ഷങ്ങൾ ഉണ്ടാക്കിയവരുണ്ട്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഈ 1500 അല്ലെ 1000-ലേറെ വീഡിയോയിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും കാണാതെ എന്നോടൊന്നും ഇങ്ങനെ ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ഞാൻ പലർക്കും മെസ്സേജ് ചെയ്തു. പിന്നെ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഈ സാമ്പത്തികം ഉണ്ടാകാനുള്ള ഒരു കാര്യം, ഇങ്ങനെയുള്ള ഒരു കാര്യം പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ ഞാനീ പറഞ്ഞ കാര്യം അവസാനം പറഞ്ഞ കാര്യം മുരുകന് ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. വീടുണ്ടായിട്ടുണ്ട്, വണ്ടി ഉണ്ടായിട്ടുണ്ട്, ഭൂമി ഉണ്ടായിട്ടുണ്ട്, സാമ്പത്തികം ഉണ്ടായിട്ടുണ്ട്, തൊഴിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്, തൊഴിൽ സ്വന്തമായിട്ട് ചെയ്ത് രക്ഷപ്പെട്ടവരുണ്ട്. ഇപ്പോൾ ഒരു കടയിലൊക്കെ നിൽക്കുന്നു, മുരുകൻ ഇങ്ങനെ ഞായറാഴ്ച പോയി ചെയ്ത് സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങി വിജയിച്ചവരുണ്ട്. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. അതായത് ഒരു കട നോക്കാനോ ഒരു കട എടുക്കാനോ പോലും ഒരു സാമർഥ്യമില്ലാത്ത ഒരാൾ
അദ്ദേഹം മുരുകന് ഞായറാഴ്ച പോയി വഴിപാട് ചെയ്തു, ഞായറാഴ്ചകൾ ചെയ്തു. അത് ഞാൻ നേരിട്ട് അനുഭവം പറഞ്ഞിരുന്നു. അദ്ദേഹം എവിടെയോ പോയി സംസാരിച്ച കൂട്ടത്തിൽ ഒരു സുഹൃത്ത് പറയുന്നു, അദ്ദേഹം എന്തോ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഏതാണ്ട് റൂമിൻ്റെ കാര്യം പറയുമ്പോൾ സുഹൃത്ത് പറയുന്നു, ഇന്നടത്തൊരു റൂമുണ്ട്, ഞാനത് ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് സുഹൃത്ത് അദ്ദേഹത്തെ കൊണ്ടുപോയി ഒരു റൂം ശരിയാക്കി കൊടുക്കുന്നു. അദ്ദേഹം അവിടെ ഒരു സ്ഥാപനം തുടങ്ങുന്നു. ആ സ്ഥാപനം തുടങ്ങേണ്ട ദിവസം ഞാനാണ് എഴുതി കൊടുത്തത്. ആ മുഹൂർത്തം ഞാനാണ് എഴുതി കൊടുത്തത്. പിന്നെ ഞാൻ അതുവഴി പോയപ്പം അദ്ദേഹം എന്നെ വിളിച്ചു, അതുപോലെ വർക്കാന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വെറുതെ ഇരിക്കേണ്ട ആവശ്യം വരുന്നില്ല, അതുപോലെ അദ്ദേഹത്തിന് വർക്ക് വരുന്നുണ്ട്, സാമ്പത്തികം വരുന്നുണ്ട്. എനിക്ക് 10 രൂപ കിട്ടുന്നതിനെക്കാട്ടി സന്തോഷം തോന്നി എനിക്ക്. കാരണം നമുക്ക് വലിയ സന്തോഷമായിരുന്നു. കാരണം ഞാൻ അതിൻ്റെ അദ്ദേഹം റൂമിൽ കയറേണ്ട ആ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യേണ്ട ഡേറ്റ് കൊടുത്ത മുഹൂർത്തം കൊടുത്ത ഞാനാണ്. ഞാൻ കൊടുത്തപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചാണ് കൊടുത്തത്, ഭഗവാനെ ഇങ്ങേർക്കൊരു നല്ലത് വരുത്തണം. അങ്ങനെ ഞാനെന്നല്ല എല്ലാവരും അങ്ങനെ ചെയ്യത്തുള്ളൂ. ഏതായാലും കൊള്ളാം. ഞാൻ ഒരിടത്ത് ഉദ്ഘാടനം ചെയ്ത പോലെ ഇരിക്കുന്നു. ഒരിടത്തൊരു സ്ഥാപനം തുടങ്ങി, ഞാനവിടെ ചെന്നു, ഉദ്ഘാടനത്തിനുള്ള ആൾ വന്നില്ല. അപ്പോൾ അവിടുത്തെ ആൾ എന്നോട് പറഞ്ഞു, പ്രാർത്ഥിച്ച് ഒരു സാമ്പ്രാണി കത്തിച്ചേക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ച്, ഈശ്വര അദ്ദേഹത്തിന് അന്നത്തിന് മുട്ട് വരരുത്, ദിവസവും വർക്ക് കൊടുക്കണം ഈശ്വര. അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ഇന്നും അദ്ദേഹത്തിന് രാത്രി ആയപ്പോലും വീട്ടിൽ വരാത്ത പോലെ വർക്കും ഓർഡറുകളും വരെയാണ്. അതുപോലെ ബാങ്ക് ബാലൻസും എന്നെ കൊണ്ട് കാണിച്ചു, വലിയ തുകകൾ വന്നു. ഒരു പണിയില്ലാതെ ഇരുന്നിട്ട് പുതിയൊരു ബിസിനസ് തുടങ്ങിയ. ഇതൊക്കെ അനുഭവമാണ്, നമ്മുടെ മനസ്സാണ്, അല്ലെ നിങ്ങളുടെ മനസ്സാണ്, നിങ്ങളുടെ പ്രാർത്ഥന. നിങ്ങളും പ്രാർത്ഥിച്ചാലും ഫലമാണ്. അല്ലാതെ ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരാൾ തന്നെ. പിന്നെ ശാശ്വതി ശിവനെ വിളിക്കുന്നു എന്നുള്ളൂ. ഞാനും സാധാരണക്കാരൻ തന്നെയാണ്. അപ്പം ശുദ്ധമായ മനസ്സുകൊണ്ട് ഈശ്വരനെ ആര് വിളിച്ചാലും ഫലം ഉണ്ടാവും. അത് ഇന്ന ആളെന്നൊന്നുമില്ല. ഈ മുരുകൻ്റെ കാര്യം പറഞ്ഞ മുരുകനിലേക്ക് തന്നെ വരാം. അപ്പം മുരുകൻ ഇത് ചെയ്തവരെല്ലാം, ഞായറാഴ്ച ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ കൃഷ്ണവിദ്യ ഞാൻ ആദ്യം പറഞ്ഞ മുഴുവൻ അതിനപ്പുറത്തേയാകുന്നുമില്ല. ഭഗവാൻ കൂടെ ഉണ്ട്, പിന്നെ എന്നാ പേടിക്കണ്ടേ? മഹാഭാരത യുദ്ധത്തിൽ കൃഷ്ണനില്ലെങ്കിൽ പാണ്ഡവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ അവർ കടന്നു വന്നു. അവിടെ എല്ലാം കൃഷ്ണൻ ഉള്ളതുകൊണ്ടാണ് അവർ വിജയിച്ചത്. കൃഷ്ണൻ എന്തുകൊണ്ടോ അവരുടെ കൂടത്തിൽ വന്നത്? അവരുടെ ഭാഗത്ത് സത്യമുണ്ട്, ധർമ്മമുള്ളതുകൊണ്ട്. അങ്ങനെയുള്ളവരോടെ ഈശ്വരൻ നിൽക്കത്തുള്ളൂ. കൃഷ്ണനെ ഒഴിച്ചാൽ മഹാഭാരത യുദ്ധത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി പാണ്ഡവരുടെ അവസ്ഥ എന്നായി. എത്ര പരാക്രമശാലിയാണെങ്കിലും ഭഗവാൻ ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഭഗവാൻ അവരുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് ധർമ്മം വിജയിച്ചത്. ധർമ്മം വിജയിക്കാൻ വേണ്ടി തന്നെയാണ് ഭഗവാൻ അവരുടെ കൂടെ നിന്നത്. അപ്പോൾ ആ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം ഈ മഹാഭാരതം വായിക്കുമ്പോൾ അവർക്ക് എന്തെല്ലാം പ്രതിസന്ധികൾ വരുന്നു, എന്തെല്ലാം പ്രതിസന്ധികൾ. ഭഗവാൻ ആ യുദ്ധത്തിൽ തന്നെ എന്താ അത്ഭുതങ്ങൾ കാണിക്കുന്നു. അർജുനനെ യുദ്ധം ചെയ്യാൻ വയ്യാതെ ഒരു മാനസികമായ വിഷമത്തിൽ നിന്നപ്പോൾ ഭഗവാൻ ആ സമയത്തെ വരെ നിശ്ചലമാക്കിയിട്ടാണ് ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യം എങ്ങനെ ആയിരിക്കും? അതൊന്നും നിങ്ങൾ ചിന്തിച്ചു. അതിനുവേണ്ടിയാണ് പറഞ്ഞു തരുന്നത്, അല്ലാതെ മഹാഭാരതമല്ല പറഞ്ഞു തരുന്നത്. ആ ഭഗവാൻ നമ്മളുടെ കൂടെ വന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്നെ പേടിക്കാനാണ്. അതുകൊണ്ടാണ് ഞാൻ 1 രൂപ നാണയം വെച്ച് കൃഷ്ണൻ്റെ വിദ്യ പറഞ്ഞു തന്നത്, ശ്വാസവിദ്യ വെച്ച് കൃഷ്ണൻ്റെ വിദ്യ പറഞ്ഞു തന്നത്, വൈകിട്ട് കിടക്കുമ്പോൾ ഇടത് സൈഡ് ചെയ്ത് കൃഷ്ണൻ്റെ വിദ്യ പറഞ്ഞു തന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങൾക്കെതിര് വന്നാലും, നിങ്ങൾക്ക് എത്ര പ്രതിസന്ധികൾ ഉണ്ടായാലും അതിനെയൊക്കെ നിഷ്പ്രയാസം തകർക്കാൻ പറ്റും. ആ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ. ഭഗവാൻ വാസുദേവൻ, ആ ഭഗവാൻ കൃഷ്ണൻ, അതുകൊണ്ടാണ് കൃഷ്ണൻ്റെ വിദ്യ പറഞ്ഞു തന്നെ. അപ്പോൾ ഇതൊക്കെ ദൈവത്തെ ഓർത്ത് കാണണം ആവശ്യമുള്ളവർ. അല്ലാതെ എന്നോട് എപ്പോഴും വാട്സപ്പിൽ ചോദിച്ചിട്ടും ഇത് അമ്പലപ്പുഴ ഭഗവാന് കൊടുക്കാൻ വേണ്ടി ഞാൻ വെച്ചിരിക്കുന്നു. കുറച്ചേ ആയിട്ടുള്ളൂ, അമ്പലപ്പുഴ കൊണ്ട് കൊടുക്കാനുള്ള. അപ്പം ഞാനിത് ഭഗവാന്റെ ഒരു ഫോട്ടോ ഒക്കെ ഒട്ടിച്ച്, എനിക്ക് ഒരാൾ അയാളുടെ ഇന്ന് ലോട്ടറി ഫസ്റ്റ് പ്രൈസ് അടിച്ചപ്പം അയാൾക്ക് എൻ്റെ കമ്മീഷൻ 6 ലക്ഷം രൂപ എത്രയായിട്ട് കിട്ടി. അയാൾ ലോട്ടറി കച്ചവടക്കാണ്. അപ്പോൾ അദ്ദേഹം
എനിക്കൊരു ഒരു ചെറിയ സ്വർണ്ണ നാണയം 1 ഗ്രാം പോലും ഇല്ല. പക്ഷേ എങ്കിലും എനിക്ക് വലിയ സന്തോഷമായിട്ട് തോന്നി. ഞാൻ ആദ്യം പറഞ്ഞു ചേട്ടാ വേണ്ട, കാരണം അയാൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കടങ്ങളൊക്കെ വീട്ടി. ഇത് ചേട്ടന് എനിക്ക് എൻ്റെ വേണ്ടല്ലോ. പുള്ളി പക്ഷേ ഇത് തരാതെ പോകത്തില്ല. പുള്ളി എന്നേക്ക് തരാൻ വേണ്ടി ദൂരേന്ന് വന്നതാണ്. ഏതായാലും അതുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ മേടിച്ചു. ഞാൻ അതുകൊണ്ട് ആർക്ക് കൊടുത്തു എന്നറിയാമോ? എൻ്റെ ഈ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനുണ്ട് കൂടെ. അതാണ് നമ്മുടെ മനസ്സ്. അങ്ങനെയുള്ള നമ്മളെക്കുറിച്ച് ഒരു തെറ്റായ കാര്യങ്ങൾ ചിന്തിക്കുകയോ പറയുകയോ ചെയ്താൽ അവൻ്റെ അവസ്ഥ എന്നായിരിക്കും? കാരണം നമ്മൾ ഭഗവാനിൽ യാതൊരു മനസ്സിലൊരു കളങ്കവും ഇല്ലാതാണ് ഭഗവാനെ വിളിക്കുന്നത്. ആ നമ്മളെക്കുറിച്ച് മോശമായ അവസ്ഥകൾ പറയുകയോ ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളാണെങ്കിലും പറഞ്ഞാൽ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും? നിലം തൊടുവോ? ഇല്ല. അത് ഞാൻ പറഞ്ഞു തരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ എന്നല്ല, ആരെക്കുറിച്ചും നമുക്ക് ചില കാര്യങ്ങൾ ചിലപ്പോൾ മനസ്സിലായില്ലെന്നിരിക്കുക. നമ്മളൊരു വന്നിച്ചില്ലെങ്കിൽ നിന്ദിക്കരുത്. അതിപ്പം ആരെയാണേലും നമുക്കൊരാളെക്കുറിച്ച് അറിയത്തില്ല. അയാൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അയാൾ എങ്ങനെയാണ് വിദ്യ ചെയ്യുന്നത്, യോഗവിദ്യ ചെയ്യുന്നത്, ഇതൊന്നും നമുക്കറിയത്തില്ല. അയാൾ എങ്ങനെയാണ് ഈശ്വരനെ വിളിക്കുന്നത്. അയാൾ ഏറ്റവും ചിലപ്പോൾ പരമസാത്വികനായിരിക്കും. നമ്മൾ ചിലപ്പോൾ ഒരു ഷോയ്ക്ക് വേണ്ടി അല്ലെങ്കിലും അയാൾക്ക് ഇപ്പം എന്നാ യോഗവിദ്യ അറിയാം എന്നൊക്കെ ചിലപ്പം പറയാൻ തോന്നും. പക്ഷേ അവിടെ ഈശ്വരന് പോലും തടുക്കാൻ പറ്റത്തില്ല അതിൻ്റെ കർമ്മദോഷം. അതുകൊണ്ട് നമ്മൾ ആരെക്കുറിച്ചും ഞാൻ ആരെക്കുറിച്ചും ഒരു അഭിപ്രായം പറയാറില്ല. നമ്മൾ ആരെക്കുറിച്ചും, അല്ലെങ്കിൽ അയൽവക്കക്കാരായിക്കോട്ടെ, അപ്പുറത്തുകാരായിക്കോട്ടെ, ഇപ്പുറത്തുകാരായിക്കോട്ടെ, ആരെങ്ങനെ വേണമെങ്കിലും ജീവിക്കട്ടെ, നമ്മൾ ആരെക്കുറിച്ചും അവരെങ്ങനെയാണ് ഇവരിങ്ങനെയാണ് ഒരഭിപ്രായവും പറയേണ്ട കാര്യമില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നെങ്കിൽ കർമ്മദോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മാറാൻ വലിയ പാടാണ്. കർമ്മം ഉള്ളതാണ്. അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊന്നും അങ്ങനെ ഒരു കർമ്മദോഷം ഉണ്ടാകരുത് എന്ന ആഗ്രഹത്തിൽ പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ല തള്ളിക്കളയുക. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവശിവ.